അതേസമയം ഇതിനെ നമ്മൾ പറയുമല്ലോ ഒരു യാഗശാലയുടെ, ഒരു മന്ത്രശാലയുടെ ആലയമായി കണ്ടാൽ, അതായത് ഇന്നലെ വരെ കഠിനമായ യാഗങ്ങളും അല്ലെ ഇത് ദഹിപ്പിക്കുന്ന അല്ലെ അഗ്നിയിലേക്ക് ലയിപ്പിക്കുന്ന അത്രയും സമയത്തിന് മുമ്പ് വരെ അതികഠിനമായ മന്ത്രങ്ങളുടെ കെട്ടുപാടുകൾ നിൽക്കുന്ന ഒരു യാഗശാല അഗ്നിയിലേക്ക് പോകുമ്പോൾ അതിനെ ഒരു അമാനുഷികമായ ചിന്തകളിൽ കൂടി കടത്തിവിടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യത്യസ്ത ഭാവങ്ങളാണ്. അതായത് അഗ്നി വരുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അഗ്നിദേവന്റെ വരവ് ഒരു പ്രത്യേക സൗന്ദര്യ ഭാവത്തിലാണ്. നമ്മൾ ഈ ക്യാമറ കണ്ണിൽ കൂടി തന്നെ നമ്മൾ നിരീക്ഷിച്ചാൽ അറിയാം, ഈ അഗ്നിയുടെ വരവ് മറ്റുള്ളവയിൽ നിന്നും വളരെ വ്യത്യാസമാണ്. കാരണം ഈ തീ പടരുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ പകർത്തിയെടുക്കുമ്പോൾ ഈ അഗ്നിയുടെ വ്യത്യാസം എങ്ങനെ അറിയാം എന്ന് ചിന്തിച്ചാൽ, ഈ അഗ്നി കത്തി അത് തീരുന്ന ദൃശ്യങ്ങൾ മൊത്തവും അവിടെ നിന്ന് കണ്ടിട്ടുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചോളം അതിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ മനുഷ്യൻ